ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ വീണ്ടും നമ്മുടെ പഴയ വീട്ടിലോട്ട് തറവാട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനുണ്ട്, നമ്മുടെ കുഞ്ഞി സുന്ദരി പെണ്ണുണ്ട്, പിന്നെ ചക്കരയും മയതാ പിന്നാലെ വരണുണ്ട്. അപ്പോൾ ഇന്നെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫുള്ള് മാങ്ങയുടെ സീസണല്ലേ, മാമ്പഴക്കാലമല്ലേ. അപ്പോൾ നമ്മുടെ തറവാട് വീട്ടിൽ അവിടെ മുന്നിൽ ഒരു മാവ് നിൽക്കണുണ്ടല്ലോ, മാങ്ങ മരം. അപ്പോൾ അതിൽ ഞാൻ 2 ദിവസം കൊണ്ട് മുന്നേ അമ്മനോട് ചോദിച്ചു അതിൽ മാങ്ങ ഉണ്ടോ ചോദിച്ചു. അപ്പോൾ അമ്മ പറയും മാങ്ങയൊക്കെ നിൽക്കുന്നുണ്ട്, പക്ഷേ അത് പറിക്കണം പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് പറിക്കാൻ അറിഞ്ഞു. അപ്പോൾ 2 ദിവസം കൊണ്ടേ മാങ്ങയുടെ പറിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വിചാരിക്കണം, പക്ഷേ ഓരോ തിരക്കിൽ പെട്ടിട്ടും ഓരോ ഒഴിവ് വന്നിട്ടൊക്കെ അത് പറ്റിയില്ല. അപ്പോൾ ഇന്ന് എന്താ ചെയ്യാൻ വെച്ചാൽ ഇന്ന് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, മാങ്ങ പറിക്കാൻ പോവാണ്. അപ്പോൾ കയറിയിട്ട് പറിക്കാൻ കഴിയുക വെച്ചാൽ അറിയില്ല, അതിനകത്തിപ്പോൾ പുളിയുറുമ്പുണ്ട് എന്താ പാടുന്നൊന്നും അറിയില്ല. അല്ലെങ്കിൽ പിന്നെ വീടിൻ്റെ മുകളിൽ കയറിയാൽ പറിക്കാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ തോട്ടി വേണം. അപ്പോൾ തോട്ടി ഉണ്ടോ വെച്ചപ്പോൾ നമ്മൾ തോട്ടി ഇല്ലയെന്നാണ് പറഞ്ഞത്. അപ്പോൾ തോട്ടി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തോട്ടി ഉണ്ടാക്കാൻ നോക്കി നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ള കാലത്തിന് നമുക്ക് മാങ്ങ പറിക്കാം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് മാങ്ങ പറിക്കണ വിശേഷവും പിന്നെ തറവാട് വീടിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ നമുക്ക് നോക്കാം അല്ലേ. കുഞ്ഞി ഇവിടെ അലേഹ ഉറങ്ങാനാട്ടോ, അല്ലെങ്കിൽ നമുക്ക് അലേഹയും കൂടി കൊണ്ടുവരാമായിരുന്നു. അപ്പോൾ അലേഹ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കുകയാണ്. വൈകുന്നേരം കേട്ടോ നമ്മൾ വരുന്നത്, ഒരു 3:30 മണിയായിട്ടുണ്ടാവും ഇപ്പോൾ അല്ലേ. അണ്ണാൻകുട്ടി വിളിക്കണത് നോക്കാ, അണ്ണാൻകുട്ടി എവിടെ വിളിക്കുന്നല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ മാവ്. ഈ മാവിലാണ് ഇപ്പോൾ മാങ്ങ ഉണ്ട് പറഞ്ഞത്. മാങ്ങ നിൽക്കുന്നുണ്ട് മുകളിലോട്ടൊക്കെ മാങ്ങ നിൽക്കുന്നുണ്ട്. എന്നാൽ മാങ്ങ പറിക്കാൻ പോയി നമുക്ക്, മാങ്ങ പറിക്കല്ലേ. എന്താണ് ചക്കരേനെ നോക്കുകയാണ്, ചക്കരേനെയാണ് തിരയണത്. കുട്ടിച്ചക്ക എവിടെ? എൻ്റെ കുട്ടീൻ്റെ അത്രയുള്ള ചക്ക കാണണോ? അതാ ചക്ക എവിടെ ചക്ക എവിടെ? ലനമോൾക്ക് പറ്റിയ ചക്കയാണിത്. ലനമോൾക്ക് പറ്റിയ ചക്ക എവിടെ? അതവരെത്തി. മാങ്ങയൊക്കെ താഴത്തെ കൂടിയൊക്കെ വീണുണ്ടല്ലേ. നമ്മൾ നേരത്തെ എത്തി ഗൈസ്. അപ്പോൾ ഗൈസ് അതാ മാങ്ങ നിൽക്കുന്നുണ്ട് കേട്ടോ, ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്, ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എവിടെ, അതാ അവിടെ മുകളിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തമ്മാ അന്ന് കയറിയത് ഇതിൽ കൂടെ ഇങ്ങനെ, ഈ ഏണിയിൽ കൂടെ ഇങ്ങനെ ചവിട്ടി ടാങ്കിൻ്റെ ഇതിൽ കയറിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നു. അങ്ങനെ വന്നിട്ടാണ് അന്ന് പറിച്ചത്. നോക്കി നോക്കാം നമുക്ക്. തോട്ടുണ്ടോ അമ്മ? തോട്ടി എന്നാൽ താഴത്തുനിന്നുള്ളതൊക്കെ നമുക്ക് താഴത്തുനിന്ന് പറിക്കാം, ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് കയറിയിട്ട് പറിക്കാം ഗൈസ്. അന്ന് നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് പറിച്ചത്. തോട്ടി ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യാൻ വിചാരിച്ചു, ഇപ്പൊ കാക്കി എന്ന് വരുമ്പോൾ തോട്ടി കെട്ടണം. തോട്ടി ഉണ്ടാക്കാറുണ്ട് ചക്കരെ, ഇതാണ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അതെന്തൊക്കെയാ അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് പറയുന്നുണ്ട് മമ്മയും പേരക്കുട്ടി. എന്തൊക്കെയാ എന്തോ അതിൻ്റെ ഉള്ളിൽ സംഭവം നടന്നിക്കണോന്ന്. പൂച്ച കേറിയിട്ടുണ്ടാവും. എന്നങ്ങോട്ട് പോരെ. നടക്കൂ പോകൂ. ആകെ നോക്കാൻ ഏതൊക്കെ അറക്കണം ഒക്കെ അർത്ഥോളെ. എന്നാ അപ്പൊ ധൈര്യത്തോട് ഇങ്ങനെ അർത്ഥം. അവസാനം അത് പറിച്ചിട്ട് ഇത് പറിച്ചു വെച്ചിട്ടോ ഒരു മാങ്ങ. ഓക്കെ, തലമണ്ടക്ക് ഇന്റെ തലമണ്ടക്ക് വീഴ്ത്തി തരുമോ? അല്ലേ, ഒരു സമയത്ത് ആങ്ങളെ എറിഞ്ഞ് പൊട്ടിച്ചുണ്ട്. ഇനിയിപ്പോ മാപ്പിളേന്നും കൂടി ഇവിടെ അവിടെ കൊള്ളിച്ചിട്ട് ഇവിടെ കൊണ്ട് നിർത്തിയതാ, നേരെ അവിടെ കൊണ്ടുപോയി.
അത് നമുക്ക് പെറുക്കാം ലാസ്റ്റ്. ആദ്യം വേണം എടുത്തു അത് കിട്ടി. ഞാൻ ഇവിടേക്ക് കേട്ടോ, സേഫ്റ്റിയാണ് മുഖ്യം. അടുത്തത് വീണു. അയ്യോ വീണതൊക്കെ പറക്കാം, എന്നിട്ട് ബാക്കി പറിക്കാം. ഈ മാങ്ങ വീണുണ്ട് കേട്ടോ, കണ്ടില്ലേ? പോണ്ട, നമുക്ക് താഴത്തുനിന്ന് പറ്റണമൊക്കെ എന്ത് ചെയ്യാം, താഴത്തുനിന്ന് പറിക്കാം. ചെറുതുകളൊക്കെ അവിടെ വെച്ചലാ ആക്കും, നന്ന ചെറുതുകളൊക്കെ അതൊന്നും എടുക്കണ്ട. നന്ന ചെറുതുകളൊക്കെ അവിടെ ഇരുന്നോട്ടേനെ, അങ്ങനെ കുറച്ച് വലുതുകൾ എടുത്താൽ മതി. ചെറുതിനൊന്നും അതൊക്കെ വരും, കൂട്ടത്തിൽ വരുന്നതാണ് ചക്കര. ഇന്നത്തെ ഉപ്പിലച്ചാറിടാനല്ലേ? ഉപ്പിലച്ചാറിടാനോ? അറിയില്ല എന്തിനാണ്. കാക്കുന്റെ നടുപോലെന്ന് വളഞ്ഞിട്ടോ. പിന്നെ പറിക്കും. കറക്റ്റ് എത്തിക്കണോ? ശുണ്ടരിയേ അല്ല വശോനി ആരത്? ശുണ്ടിരിയോ? ശുണ്ടരി ശുണ്ടരി കുഞ്ഞുപെണ്ണേ കുഞ്ഞുപെണ്ണേ ഒച്ചേ കടി 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 ഒച്ചേ കടി നിക്കണോ ഗൈസ് കുഞ്ഞുപെണ്ണെ? അവിടെ പിന്നെയും കട്ടരാ. ഷീറ്റ് പൊട്ടിക്കരുതിട്ടോന്ന്. ഗൈസ് ആർക്കെങ്കിലും മാങ്ങ പറിക്കാനോ ഷീറ്റ് നന്നാക്കാനോ പൊട്ടിക്കാനോ ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനൽ വന്ന് ബന്ധപ്പെടേണ്ടതാണ്. അപ്പൊ ഈ ചാനലത്തെ ആളെന്നെ വന്നിട്ട് അതൊക്കെ ശരിയാക്കി തരുന്നതായിരിക്കും. എന്താ അവിടെ കാട്ടുന്നത് റബ്ബേ? ഇവിടെ പൊന്തയോണ്ട് കാണാനില്ല. കാക്കു വാണെന്നില്ല പോന്നളാ. നമ്മക്കേ ഉള്ള മാങ്ങ മതി, ഇങ്ങോട്ട് പോരെ. അതാ നടുവില് ചവിട്ടരുത്. അക്കൊണ്ട് പോന്നാളാ. നിങ്ങക്ക് മാങ്ങ വേണം, എന്റെ മാപ്പിളിനെ കയറ്റിയത്. മാങ്ങ വേണം, മാപ്പിളേനെ വേണം പറയണ നിങ്ങള്. അതിന്റെ ഉള്ളിൽ കയറി എന്നിട്ട് എന്താ പുറത്ത് നോക്കണ്? ഇങ്ങോട്ട് പോരെ. നല്ല ബാൽക്കണി വ്യൂ ഉണ്ട്. ആദ്യം പറിക്കട്ടെ. ശരി, ഇവിടെ എന്റെ കാര്യം നടന്നാ മതി. എനിക്ക് തെരഞ്ഞെടുപ്പാ. മാങ്ങ പറിച്ചു കൊടുത്തിട്ട് പറയേ ഇന്ന് ഇറങ്ങി അവിടെ തന്നെ എനിക്ക് മാങ്ങ പോവുകയോ. അല്ലേ മറ്റേ ഡയലോഗ് ഇല്ലേ പഴഞ്ചൊല്ലി? വാടിയ മാങ്ങ പിടിക്കോ അപ്പു? എന്റെ മാപ്പ എവിടെ? കൊട്ടാരത്തിന് മുകളിൽ.
അപ്പൊ വിലപ്പുറത്തായി. എന്താ ഞാൻ സെഞ്ചി തരാൻ നിർബന്ധേ. ആ സഞ്ചി തന്നാളി. എന്റെ മാങ്ങ ചതയുള്ളൂ. അതൊക്കെ മോളിൽ നിന്നാണെങ്കിൽ സഞ്ചിയിൽ പറിച്ചിടുമ്പോ റേറ്റ് കൂടും, ശമ്പളം കൂടും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശമ്പളം കൂടിട്ടോ. അത് ഇവിടെയൊക്കെ കൊറേ വീണ്. ഇതൊന്നും വേണ്ടല്ലോ വാടിയത്. ഒക്കെ പഴുത്തതായിരിക്കും. പഴുത്തല്ലേ വീണ് വാടിയത്. വാടിയതാണ്. നോക്കി നോക്കി പിടിച്ചോ. നോടുണ്ട്. നോക്കി നോക്കി വാടിയതല്ലേ ഇത്, പഴുത്തല്ലേ. അത് വാടിയതമ്മ, അത് പുള്ളി ഒരുമാതിരി ഉണ്ടാവും. വാടി പഴുത്തല്ലേ, അത് വേണ്ട ഒഴിവാക്ക്. വാടി പഴുത്തുക്ക. കാക്കു നോക്കിട്ടോ. കുഴപ്പമില്ല കുട്ടി. പിന്നെ ഉറക്കം വന്നിട്ട് പിന്നെ ഉറക്കിന്നമ്മ. അതാ കാക്കു വേണ്ട മതി പോന്നാണ്. അതോ മാങ്ങ സൗണ്ട്. ചെറുതൊക്കെ പറിക്കട്ടെ അമ്മ. അവിടെ ഇരുന്ന് പറിച്ചാണ്. ഞാൻ എന്തായിരിക്കും. അതാ കാക്കുന്റെ ബാക്കില്. അവിടെ തന്നെ നിന്നാതിട്ടോ. കമ്പി അവിടെ ഇല്ല. ഞാൻ നിൽക്കുന്നോടത്തപ്പോ കമ്പി ഉള്ളത്. അല്ല ഈ തോട്ടി തരാം, അങ്ങോട്ട് വലിച്ചുകൊണ്ട് ആക്കിയിട്ട് പറിച്ചാൽ മതി. അങ്ങോട്ട് പോകണ്ട. എന്തത് കിട്ടിയോ? ഞാനിങ്ങോട്ട് എത്തി ശശിക്കാക്ക. ഇതിന്റെ മുകളിലെത്തിയറിയാ. ഇവിടെ നിന്നാകുമ്പോ പിന്നെ പ്രശ്നമില്ല. ഏത് ഇല്ല, ഏറ്റവും മോൾക്ക് തോട്ടി എത്തുന്നില്ല. ലാസ്റ്റ് പെറുക്കിട കാക്ക ചീത്തമ്മ കണ്ടെത്തണം. ശുണ്ടിരി അമ്മന്റെ ശുണ്ടിരി എത്തു. പശുവിനെ ഒക്കെ വന്ന ഗുണം ഞങ്ങൾക്ക് കേട്ടോ. അബ്ബെത്തു അബ്ബെത്തു അബ്ബ. അങ്ങനെ ഗൈസ് തോട്ടി എത്തി മോളിൽ. തോട്ടി കൊണ്ടാണ് അടുത്ത പറിക്കല്. അതെ, തോട്ടി കൊണ്ടുള്ള പറിക്കലാണ് അടുത്തത്. ആ മാങ്ങലൊക്കെ താഴത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. മേത്തേക്ക് വീഴാതിരുന്നാ മതി. ഭാഷയൊന്നും അറിയില്ല ഗൈസ്. ഇനി വേണോ തൈപ്പനെ? തൈപ്പെന്ന് പറഞ്ഞപ്പോ എല്ലാരും മുഖത്തേക്ക് നോക്കും. ഉമ്മ തൈപ്പൻ എന്താന്ന്? കൊളത്തിയാണ്. നമ്മളിവിടെ കൊളത്തിനെയാണ് പറയാ, നിങ്ങൾ തൈപ്പൻ. അങ്ങനെ ഞങ്ങളെ മാങ്ങോരക്കല് കഴിഞ്ഞു കേസ്. ഒരു ലോഡ് പറിച്ചിക്കണ്. ഒരു ലോഡ് എന്തായാലും കാക്ക് പറിച്ചു വെച്ചിക്കണ്. ഇനി പറിക്കാൻ നിന്നാലേ നമുക്ക് നേരം വെക്കും ചിജു. ഇഷ്ടമായി മോൾക്കാണ് അധികം, പിന്നെ ചെറുതാളാണ്. അത്ര മതി. ആ ഒരു വരി ഇനി നമുക്ക് പിന്നെ പറിക്കാം. അതെ, ഇപ്പൊ എന്താ പണിയാണ്? മാങ്ങല് ശമ്പളം തരണ്ട്. അപ്പൊ നഷ്ടാണ് അറിയാ. അതാ ഇതിൽ കൂടെ ഒക്കെ കൊറേ വീണ് നടക്കുന്നുണ്ട്. അവിടെ പറിച്ചെടുത്താല് നമുക്ക് ഇവിടെ ഉമ്മ ചോറ് വേണോ ശമ്പളം വേണോന്ന്? ചോറ് മതി. അതിഥികളുണ്ടോ ഇവിടെ? അതിഥികളെ നോക്കണ്ട, വേറെ പാമ്പുകൾ ഉണ്ടോന്ന്. നോക്കട്ടെ ക്യാമറ വഴി കാണാൻ പറ്റുണ്ടോ ഞങ്ങൾക്ക് മാങ്ങ. മാങ്ങ കാണാനല്ല. കൊറേ മാങ്ങ കിട്ടിയിട്ടുണ്ട്, ചെറുതും വലുതൊക്കെ ആയിട്ട്. എന്തുമാത്രം മാങ്ങ ഉണ്ട് നോക്കട്ടെ, ഒന്നുകൂടി കാണിച്ചാണ്. ആണോ? വേറെ ഉണ്ടോ? നിറച്ച് വാങ്ങി.
ഉണ്ടോ നിറച്ച് വാങ്ങി ഒക്കെ കേസിലാ. സഞ്ചി നിറയെ വാങ്ങി. ഉമ്മ എന്താ പറഞ്ഞത്? വലിയ സഞ്ചി കൊണ്ടുവന്നത് നിറച്ചിട്ടേ പോകാൻ പാടില്ലേ? നമ്മൾ നിറച്ചിട്ട് തന്നെ പോകും. അപ്പഴത്തിന് ഇവിടത്തെ ഒക്കെ ഇതവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ഗേസ്. ഒരു തലക്ക മൊത്തം ഉണ്ട്. അപ്പഴത്തെ ഞാൻ ഇതൊക്കെ ഞാൻ പെറുക്കിയിട്ടവിടെ പകുതിയും താഴത്തേക്ക് എത്തി. പകുതിയും താഴത്താണ്. വൈകുന്നേരം ആയതുകൊണ്ട് ചൂടില്ല, കാറ്റുണ്ട്, തണലുണ്ട്, കാഴ്ചകള് കാണാം. ബാൽക്കണി വ്യൂ ഉണ്ട്. ബാൽക്കണി വ്യൂ ഉണ്ട് ഗേസ്, കണ്ടില്ലേ? ഇത് ഏത് മാങ്ങയമ്മ? ഇത് എന്താ അതിന്റെ പേരുമാ? പച്ച മാങ്ങല്ലേ? വേറെന്തൊരു മാങ്ങ. അത്ര അറിയും. നല്ല വ്യൂ ആണ് ഗേസ് അവിടെ ഇരുന്ന. നല്ല വ്യൂ കിട്ടും അതിന്റെ മുകളിലിരുന്ന്. അതുകൊണ്ടാണ് അവിടുന്ന് ഇറങ്ങാത്തത് തോന്നുന്നുണ്ട് അല്ലേ? അവിടുന്ന് നല്ല വ്യൂ കിട്ടണോണ്ട് അവിടുന്ന് ഇറങ്ങാത്തത് തോന്നുന്നുണ്ട്. കൊറേ നേരമായി കാക്കു മതി വാ വാ അറിയണു. അപ്പൊ അവിടെ തന്നെ അപ്പത് ഞാൻ ഇവിടുത്തെ പെറുക്കി വെക്കാട്ടോ. ഇവിടെ ഉണ്ട് കേസ്, പെറുക്കി വെക്കട്ടെ. ഇവിടുത്തെ പെറുക്കി വെക്കാന്ന്. ഇതിന്റെ മുകളിൽ കിടക്കണതായ ചപ്പൂക്കിങ്ങള് ഉമ്മാക്ക് ഇവിടെ അവിടെ നിന്ന് കാണാൻ പറ്റില്ലല്ലോ. എന്നാ വീഡിയോ വരുമ്പോ കണ്ടോളി എന്തുമാത്രം കരികളുണ്ട് എന്ന്. പിന്നെ ഇതിന്റെ മുകളിൽ നിൽക്കണതിന് ഒരു ചെറിയ വശമുണ്ട്. അതായത് ഇങ്ങനത്തെ സ്ക്രൂ അടിച്ചിരിക്കണുണ്ടോ? കണ്ടോ? ഈ സ്ക്രൂ ഇങ്ങനെ വഴിക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് സ്ട്രൈറ്റ് ആയിട്ടാണ് പോയിട്ടുള്ളത്. ഇതിൽ മാത്രമേ ചവിട്ടി പോകാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഒന്നായിട്ട് പൊളിഞ്ഞാടും. കണ്ടോ എന്തുമാത്രം ചപ്പുണ്ടെന്ന്. നമ്മൾ കുറച്ച് മാങ്ങതാ എന്ത് ഇതാ നോക്ക് എന്തോത്ര മാങ്ങ ഉണ്ടെന്ന്. ഇത്രയോ മാങ്ങ നമ്മൾ ഇവിടെ നിന്ന് പറിച്ചാണ്. അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ പകുതി എന്തുണ്ട് താഴത്തും കിടക്കുന്നുണ്ടേ. കൈക്കൂടൊക്കെ മാങ്ങേൻ്റെ കറിയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും താഴത്തു കൂടി ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാം, ബാക്കി സാധനം കൂടി പറക്കാം. അതാ ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ് കണ്ടോ. ആഹാ അടിപൊളി. എന്നാലേ ഇവിടെ വീണതൊക്കെ പറക്കിയെടുത്ത് ഞാൻ. എന്നാൽ താഴത്തേക്ക് ഇറങ്ങിയാലോ ഞാൻ? എന്നാൽ നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങാം. ഇനിയും മുകളിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേപോലത്തെ ചെറുതും വലുതൊക്കെ ആയിട്ടുള്ളതാണ്. പിന്നെ ഇങ്ങനെ പറിച്ചിടണോണ്ട് ചെറുതും വലുതും മാത്രം തിരഞ്ഞിട്ട് പറിച്ചെടുക്കാനൊന്നും നടക്കില്ല. അപ്പോൾ നിൽക്കട്ടെ. അടുത്ത ട്രിപ്പ് ആകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യാം, കുറച്ച് ദിവസം കൂടെ ആകുമ്പോൾ ഒന്നുകൂടി പാകം. അപ്പോൾ പറിക്കാം. എന്താ കാറ്റ് നോക്ക്. ആഹാ കാറ്റുള്ളതുകൊണ്ട് നമുക്ക് ക്ഷീണം അറിയില്ല. എന്നാ ഞാൻ നേരെ താഴത്തേക്ക് വരാം. ഞാൻ താഴെ കുറേ കിടക്കുന്നുണ്ടല്ലേ. വീടിൻ്റെ അവിടേക്കല്ലേ? ഏയ് ഇവിടെ നല്ല കാറ്റുണ്ട്, ചുറ്റിനും മരങ്ങളല്ലേ. നമുക്ക് താഴത്ത് വാങ്ങി കിടക്കണത് ഒക്കെ താഴത്ത് കൂടെ ഉണ്ട്. ഇത് കൂടെ ഒക്കെ ഉണ്ട് കണ്ടോ. നമുക്ക് ഇനി നേരെ താഴത്തേക്ക് ഇറങ്ങാം. അങ്ങനെ നമ്മൾ താഴത്തു നിന്നുള്ള മാങ്ങയും പറിച്ചതുമൊക്കെ പറക്കിയത് ഇത്രയും മാങ്ങ താഴത്തുനിന്നും കിട്ടിയിട്ടുണ്ടേ. ഇതേപോലെ നമുക്ക് എന്തും കിട്ടിയിട്ടുണ്ട്, മുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞ പോലെ ഒരു സഞ്ചിക്ക് മാങ്ങയുണ്ട്. ഇത് കൊണ്ടുപോയി അച്ചാറിടേ ഉപ്പിലിടേ എന്ത് വേണോ ചെയ്യാം. എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മാങ്ങ പറിക്കാൻ, ഇങ്ങനത്തെ സാധനങ്ങൾ കയറാനും മരത്തിൽ കയറാനും പറിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. മീൻ പിടിക്കാൻ ഭയങ്കര ക്രേസുള്ള പരിപാടിയാണ് എനിക്ക്. അതാ ഇവിടെ ഒന്ന് നടക്കുന്നുണ്ട്. ഇവിടെ കള്ള ഒളിച്ചിരിക്കണോ? അയ്യോ അത് ഉമ്മ കടിച്ചിട്ട് തുപ്പി പോട്ടെ, അത് പറ്റിച്ചു. കഴിഞ്ഞില്ലേ? ഇതിൽ കൂടെ ഒന്നും ഇല്ലല്ലോ അമ്മ? ഇല്ല ഇതിൽ കൂടെ ഒന്നും ഇല്ല ഗൈസ്. റഷിക്കൊക്കെ മാങ്ങണോ? വേണമെങ്കിൽ അതുണ്ടേ എത്തോളി. ഉണ്ടല്ലേ. അവർക്ക് മാവിൻ്റെ മരം ഉണ്ട് ഗൈസ്. മാവുണ്ട്, മാങ്ങാ മരം ഉണ്ട്. അതിൽ മാങ്ങ ഉള്ളതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. എവിടെ? ശരി, നമ്മളതിൽ പഴുത്തതൊന്നും കണ്ടില്ല. ഇതിലും ഉണ്ടല്ലേ കുറച്ച്. ഈ ബാക്കിൽ നിൽക്കണേലുണ്ട് അറിയാം. അതാ കണ്ടോ ഉണ്ട്. ഏത്? എൻ്റെ ചെരുപ്പില്ല. ഹായ് മാങ്ങ വേണോ? എന്ത് അതോ? അത് ഇതാടി കേടായതാ. കിളി എന്തോ തിന്നതാണ്. അത് വേണ്ട. കുഞ്ഞി മാങ്ങണോ? കുഞ്ഞിപ്പെണ്ണ് മാങ്ങണോ? അതിന് കുറച്ച് ഷാള്, അതിന് ഈ ഷോള് ഇതൊക്കെ തിന്നാൻ വേണ്ടത്. നല്ല മാങ്ങ നോട്ടെ. പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നല്ല മാങ്ങയാണ്. നല്ല എന്താ മധുരമുള്ള മാങ്ങയാണ്.
അതുമ്മ കറണ്ട് ആരാ കൊടുക്കാൻ പറഞ്ഞു? ആ ഇല്ല വീട്ടിൽ പോയിട്ട് തരാം. ഇത് കറണ്ട് ചക്കരെ, അത് നോക്ക് കറണ്ട് കൈസ്. ഇത് എന്റെ കയ്യിലെ തൊള്ളയിലൊക്കെ ആയാല് കൈ പൊള്ളും കുട്ടി, വായ പൊള്ളും. ഇതൊക്കെ കണ്ടായി കഴിഞ്ഞാല് നമ്മളൊക്കെ ചെറുതിലെ പച്ചമാങ്ങ ഇങ്ങനെ പൊട്ടിച്ച് തിന്നിട്ട് വീടത്ത് നോക്കുമ്പോൾ ഈ ചുണ്ടിന്റെ 2 സൈഡും പൊള്ളിയിട്ടുണ്ടാവും. മാങ്ങേന്റെ കറ നിന്നിട്ട് മാങ്ങേന്റെ ചെന അറിയും ചെന. എന്നാ ഓക്കെ ചെന. നിങ്ങൾ ചുണങ്ങെന്ന് പറയൂല്ലേ? എന്നാ നമ്മള് ചെന എന്നാണ് പറയണത്. ചുണങ്ങ്. എന്നാ ചുണങ്ങി ചുണങ്ങി. ഓക്കെ. അപ്പോൾ ഒരു പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. ബാക്കിയൊക്കെ പച്ച മാങ്ങയാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും? അച്ചാറിട്ട് അച്ചാറിടാൻ പറ്റിയ മാങ്ങയാണല്ലേ അത്. അച്ചാറിടാൻ ഉപ്പിലിടാൻ ഈ പുളിമാങ്ങ അടിപൊളി മാങ്ങയാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇതോടെ നമുക്ക് സഞ്ചിയിലാക്കാം. അല്ല ഇപ്പോൾ ഇമ്മ വന്നിട്ട് ചോദിക്കുകയാണ് ഇതിപ്പോൾ എങ്ങനെ ഏറ്റിട്ട് പോവാന്ന്. നോക്കി ഇതിപ്പോൾ എന്താ ചെയ്യാന്ന് അമ്മ ചോദിക്കണ്. ഒരു പൂ ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു? മരുമകനൊരു പൂക്കാലം അങ്ങോട്ട് പറിച്ചു കൊടുത്തു ചക്കരെ. ഉമ്മ ഈ സഞ്ചി കൊണ്ടിട്ട് എന്നോട് ചോദിച്ചെന്താ അറിയോ? ഈ സഞ്ചി നിറച്ചിട്ട് ഇവിടെ നിന്ന് പോകണമെന്ന്. ഉമ്മ തമാശക്ക് പറഞ്ഞാണെങ്കിലും ഞാനതാണ്ട് കാര്യത്തിലെടുത്തു. ഒരു സഞ്ചി മാങ്ങ തന്നെ പറിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 15 കിലോ വരും ഇതൊക്കെ പാട്. അമ്മേ വരും. നമുക്ക് കണ്ടോ 15 കിലോ വരും. അതൊക്കെ കൊണ്ടുപോകാം നമുക്ക്. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ കുറച്ച് തണുത്ത വെള്ളം കൂടി കുടിക്കട്ടെ. തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ നിന്നൊന്നും അല്ല, കിണറിലുണ്ട്. എന്ത്? ഫ്രിഡ്ജിലെ വെള്ളം തന്നെയാണ് നമ്മൾ പറയണത്. ഫ്രിഡ്ജിലെ വെള്ളം മാതിരി തന്നെയാണ് ഗൈസ്. എന്താ അന്ന് മുറിന്ന് കഴിയുമ്പോ കൈ കൊണ്ട് മതി. നല്ല തെളിനീര് പോലത്തെ വെള്ളം. നോക്കി നോക്ക്, കണ്ടോ? അടിപൊളി. അന്ന് വന്നപ്പോഴും ഞങ്ങൾ ഇതേപോലെ തന്നെ കിണർന്ന് വെള്ളം കോരി കുടിച്ചു. നല്ല തണുത്ത വെള്ളം. ആഹാ, എന്താ കുട്ടിക്ക് കൊടുക്ക്. എല്ലാവരും കുടിച്ചോളേ. വെള്ളം കുടിച്ചോ. കുട്ടികളും മക്കൾക്കൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കണം. എന്താ വെച്ചാൽ വേനൽക്കാലല്ലേ, നല്ല വേർത്ത് പോവും, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. നമുക്കാണെങ്കിൽ അറിയാം വെള്ളം കുടിക്കണം, പക്ഷെ മക്കൾക്ക് പറയാൻ അറിയില്ലല്ലോ. അതൊക്കെ തുപ്പിക്കളയാണ്. വണ്ടി വിടാണല്ലോ അത്. നമ്മള് കുടിക്ക്, പൊന്നു കുടിക്ക്. മതിയാ? എന്നാ വെള്ളങ്ങളൊക്കെ കുടിച്ചോളി. നമുക്കെന്നാ പോവാ. ഇതെവിടെ ഉണ്ടായി അപ്പം എന്നല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ വന്ന പരിപാടി ഗംഭീരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നടന്നു വരി. മാങ്ങ എവിടെയെന്നാണ് ഇപ്പോൾ നിങ്ങൾ നോക്കണതില്ലേ? ചക്കരൻ്റെ കയ്യിൽ കുട്ടിയുള്ളൂ, ഉമ്മാൻ്റെ കയ്യിലൊന്നുമില്ല. മാങ്ങ എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളടുത്ത് തന്നെ ഉണ്ട് ഗൈസ്, നമ്മളെ ചുമലുണ്ട്. ഉമ്മ പറഞ്ഞ് ഉമ്മ എടുക്കാന്ന്. ഉമ്മാക്കാണെങ്കിൽ പിന്നെ ശ്വാസം മുട്ടുന്നതുകൊണ്ട് ഉമ്മ ഇതുകൊണ്ട് അവിടെ നിന്ന് കയറുമ്പോൾ തന്നെ ഉമ്മ കുഴങ്ങും. പിന്നെ ഉമ്മാനെ കൊണ്ടുപോകാനെടുത്ത് ഇനിയിപ്പോൾ കാർ കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ട് മാങ്ങ നമ്മൾ തന്നെ എടുത്താൽ വിചാരിച്ചു. ഇവിടെ നടൻ വരെ പോയാൽ പോരെ, ഒരുപാട് നടക്കാനൊന്നുമില്ലല്ലോ. നല്ല വെയിറ്റ് തന്നെ ഉള്ളൂ. 12 കിലോ വരും ഒക്കെപ്പാട്. പച്ച മാങ്ങയല്ലേ. ഓക്കെ. അപ്പം എന്തായാലും മാങ്ങ പറിക്കൽ കഴിഞ്ഞു, നേരെ വീട്ടിലേക്ക് പോവാം. വേനൽക്കാലമായതുകൊണ്ട് നടക്കാൻ ഇതിൽ കൂടെ സുഖമുണ്ട്. മഴക്കാലമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാല് വെക്കണത് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഒറ്റ പോവൽ പോവും, ഫുള്ള് തെറ്റിയിട്ടും വഴുക്കിയിട്ടൊക്കെ. ഓക്കെ. അപ്പം എന്തായാലും മാങ്ങ പറിക്കൽ കഴിഞ്ഞ് നമുക്ക് നേരെ വീട്ടിൽ പോവാം.